ഹലോ ഗൈസ്, പാതിരാത്രി നമുക്കറിയാത്തൊരു സ്ഥലത്ത് കുടുങ്ങിപ്പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആഫ്രിക്കയിലാണെങ്കിലോ കുടുങ്ങിയത് നമ്മളെ വണ്ടിയല്ല കേട്ടോ, നമ്മൾ അറിയുന്ന ഒരു മലയാളീസിൻ്റെ വണ്ടിയാണ്. അതും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഒരു 1.5 മണിക്കൂർ അകലെയാണ് ഈ സ്ഥലം. ഈ റുവാണ്ട എന്ന് പറഞ്ഞ കൺട്രിയിൽ പോലീസ് അല്ലാണ്ട് പെട്രോളിങ്ങിന് വേണ്ടി രാത്രി ഈ ലോക്കൽസിനെ ഇവർ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവരുടെ വണ്ടിയിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അതിനെ നമ്മളെ വണ്ടിയിൽ ഡിക്കിനകത്തേക്ക് മാറ്റി. പപ്പി കാണാൻ നല്ല ക്യൂട്ടായിരുന്നു, പോരാത്തതിന് എന്തൊക്കെയോ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ കുടുങ്ങിയ വണ്ടി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് റിക്കവറി വിളിക്കേണ്ടി വന്നു. ബ്രേക്ക് ഡൗൺ ട്രക്ക്, റിക്കവറി ട്രക്ക്, ഫ്ലാറ്റ് ബെഡ് എന്നൊക്കെയാണ് ഇതിനെ പറയാം. ഞാൻ ഈ ബ്രേക്ക് ഡൗൺ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് കൂടെ പോയതാണ്. അവസാനം ഞാനും കുടുങ്ങി ഇവിടെ. സമയം ഏകദേശം 1 മണിയായി കാണും. കൗതുക ലേശം കൂടുതലാണ്. നിനക്ക് അങ്ങനെ തന്നെ വേണം. അളിയ എന്ത് ചെയ്യാൻ അളിയ ഒക്കെ എണ്ണം കേട്ട സ്വഭാവമായി പോയി. അങ്ങനെ കഷ്ടപ്പെട്ട ആ കാറ് ട്രക്കിലേക്ക് കയറ്റാണ്. ആ നൈറ്റ് പെട്രോളിങ് ആൾക്കാർ തന്നെയാണ് നമ്മളിപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോർച്ചൊക്കെ അടിച്ച് നമുക്ക് ലൈറ്റൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കാറൊക്കെ അതിന് മുകളിൽ കയറ്റി സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിലുള്ള ഡോർ പോലത്തെ സാധനമല്ലേ, ഗ്രിൽസ്, അത് ഇട്ടിട്ട് അത് സെറ്റാക്കാനേ ഉള്ളൂ. അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംശയം അതല്ലായിരുന്നു, ഈ കാറിനകത്തുണ്ടായിരുന്ന 3 പേര് ഇനിയിപ്പോൾ എങ്ങനെ വരുമെന്നായിരുന്നു. കാരണം ഒരു ടാക്സി പോലും കിട്ടാനില്ലായിരുന്നു. ടൈം അത്രേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ആ 3 പേർക്കും ആ വണ്ടീൻ്റെ അകത്ത് തന്നെ കയറിയിരിക്കുക എന്നുള്ളത്. അങ്ങനെ അവരും കയറി സെറ്റായി, നമ്മൾ പോവാനൊക്കെ റെഡിയായി. അപ്പോഴത്തേക്കും സമയം ഏകദേശം 1:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സമയം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2 മണിയാവാൻ പോകുന്നു. നമ്മൾ തൽക്കാലം അവരെ ഓവർടേക്ക് ചെയ്ത് പോവാണ്. കാരണം അവർക്ക് മെല്ലെ വരാൻ പറ്റുള്ളൂ ഈ കാറൊക്കെ വെച്ചിട്ട്. ഞാൻ പോകുന്നു. അവർക്ക് വഴി മാറിയതല്ല, അവർ നല്ലൊരു വഴി കൂടെ, നല്ല റോഡ് കൂടെ പോയതാണ്. നമുക്ക് പിന്നെ കയറ്റം ഇറക്കമൊന്നും കുഴപ്പമില്ലല്ലോ, പക്ഷെ അവർക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അവരിപ്പോൾ എത്തി. ഇനി നമുക്ക് ഗ്യാരേജിലേക്ക് പോവാം. ഫൈനലി നമ്മൾ ഗ്യാരേജിലെത്തി. ഇനി അടുത്ത ടാസ്ക് അത് പുറത്തേക്ക് ഇറക്കുന്നതാണ്. സമയം ഏകദേശം 3:30 ഏകദേശമല്ല, കറക്റ്റ് 3:21 AM. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 3:30 കാണുന്നത്. എക്സാമിന് പോലും ഞാൻ ഇത്രയും നേരത്തെ എണീറ്റില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇതിനെ ഇറക്കിയിട്ട് വീട്ടിൽ പോയിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. നാളെ എനിക്ക് പണിക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ട് സുഖമാണ്, കുഴപ്പമില്ല. അപ്പോൾ ആഫ്രിക്കയിൽ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.